പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുവെന്നും അനേക രോഗികൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൗഖ്യമായി എന്നും അനേകം മാനസികമായി ഭാരപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം ലഭിച്ചുവെന്നും ഞങ്ങളെ വിളിച്ചറിയിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ PS ബാബു ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് KC വർഗീസ് അവർകൾ തിരുവല്ലയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ മഹത്വം കരുതുന്നു. ഒരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, പ്രിയ KC വർഗീസ് അവർകൾക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസന് കൃപ നൽകിയല്ലോ. കർത്താവ് രോഗസൗഖ്യവും നന്മകളും കർത്താവ് നൽകിയ കുടുംബത്തെ അനുഗ്രഹിക്കണം, വലിയ പ്രതിഫലങ്ങൾ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. രോഗികൾ സൗഖ്യമാകും. കഷ്ടത്തിൽ പ്രതികൂലത്തിൽ ഇരിക്കുന്നവർക്ക് കർത്താവ് ആശ്വാസവും സമാധാനവും നൽകും. കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏത് സമയത്തും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കാര്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അല്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ആ സ്ഥലത്തിൻ്റെ സമീപത്ത്, അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലമുണ്ട്. 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നറിഞ്ഞു. അപ്പോൾ അവൻ രക്ഷപ്പെട്ട സ്ഥലത്തിനു മുമ്പ് ഒരു പ്രതികൂലത്തിൻ്റെ അനുഭവമുണ്ട്. 27-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങി, ഞങ്ങൾ കപ്പൽ കയറി ഇതിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ. അപ്പോൾ ഒരു കപ്പൽ യാത്രയുടെ ആരംഭത്തിൽ നിന്ന് എത്തിപ്പെട്ട 2 അനുഭവങ്ങളാണ് നാം വായിച്ചത്. എന്നാൽ ഈ കപ്പൽ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു, കപ്പൽ യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഇതിലൂടെയുള്ള ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനും സുവിശേഷകനുമായിരുന്നു പൗലോസ്. പൗലോസ് ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെ കൊന്നുകളയുവാൻ, പൗലോസിനെ നശിപ്പിച്ച് കളയുവാൻ അന്നത്തെ ഭരണ അധികാരികളും അന്നത്തെ യഹൂദ പ്രമാണികളും പദ്ധതികൾ ഒരുക്കി. അങ്ങനെ പൗലോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ പൗലോസ് അന്നത്തെ റോമൻ ഭരണാധികാരിയായിരുന്ന കൈസറെ അഭയം ചൊല്ലി. അങ്ങനെ കൈസറെ അടുക്കിലേക്ക് കപ്പൽ യാത്ര ആരംഭിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആ കപ്പലിന് വിരോധമായി പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക്, വാഗ്ദത്തത്തിലേക്ക് യാത്രയാകുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റാഞ്ഞടിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ കരമുണ്ട്. പൗലോസ് യാത്ര ആരംഭിക്കുമ്പോൾ ആ കപ്പലിന് വിരോധമായി ആദ്യമായി ഒരു കാറ്റടിച്ചു. 1-ാമത്തെ കാറ്റടിച്ച് അവർക്ക് വിരോധമായി മരണം കൊണ്ടുവരുമ്പോൾ കാര്യം സാധിച്ചു പോയി എന്ന് തോന്നുമാറ് അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. എന്നാൽ വീണ്ടും ആ കപ്പലിന് വിരോധമായി കാറ്റടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി എന്ന് തോന്നി, കാര്യം സാധിച്ചു എന്ന് തോന്നുമാറ് അവർ വീണ്ടും യാത്ര ചെയ്തപ്പോൾ ഈശാനമൂലയിൽ എന്ന ശക്തമായ കൊടുങ്കാറ്റ് കപ്പലിന് നേരെ ആഞ്ഞടിച്ചു. 14 ദിവസങ്ങൾ രാത്രിയോ പകലോ കാണാതെ, സൂര്യചന്ദ്രന്മാരെ കാണാതെ അവർ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അവർക്ക് നശിച്ചു പോയി.
അങ്ങനെ ആശയെല്ലാം നശിച്ചു പോയ അവരുടെ ആ നടുവിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല. ഈ കപ്പലുള്ളവരെയെല്ലാം ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും നിങ്ങൾ ഒരു ദ്വീപിൽ തട്ടി ഉടയേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം വായിച്ചത് ആ ദ്വീപിന് സമീപം പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ ഒരു സ്ഥലമുണ്ട്. 28-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ചത്, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്തി എന്നറിഞ്ഞു. അതിൻ്റെ പുറകിൽ നടക്കുന്ന 2 സംഭവങ്ങളാണ് നാം വായിച്ചത്. ഒന്ന്, പൗലോസിന് 14 ദിവസം രാത്രിയും പകലും കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ച രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. വാഗ്ദത്തമുള്ളവന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ അന്നും ഇന്നും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ? നിന്റെ ജീവിതമാകുന്ന, നിന്റെ യാത്രയാകുന്ന പടകിന് വിരോധമായി, കപ്പലിന് വിരോധമായി എത്ര ശക്തമായ ഈശാനമൂലൻ അടിച്ചാലും നിനക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരും. ദൂതൻ ഇറങ്ങി വന്നാൽ ദൂതൻ ദൂത് തന്നിട്ടേ മടങ്ങിപ്പോവുകയുള്ളൂ. എന്നാൽ അവർക്ക് രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചപ്പോൾ ആദ്യം അവർ കപ്പലിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞവർ പുറത്തു കളഞ്ഞു. വീണ്ടും എന്ത് ചെയ്തു? കപ്പൽ കോപ്പുകളും എറിഞ്ഞവർ പുറത്തു കളയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കപ്പലിലുള്ള സാധനങ്ങൾ എറിഞ്ഞു കളയുവാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ആ കപ്പൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, കപ്പൽ ഒരു ദ്വീപിൽ തട്ടി ഉടയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരം കുറയ്ക്കണം. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ ചിലത് പുറകോട്ട് എറിഞ്ഞു കളയുവാൻ ഈ കർത്താവിൻ്റെ വഴിയിൽ നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നിന്റെ കപ്പൽ ഉടയപ്പെടാതിരിപ്പാൻ തക്കവണ്ണം അതിനെ മുക്കിക്കളയുവാൻ ദുഷ്ടനായ പിശാച് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിപ്പിക്കുമ്പോൾ ഇന്ന് പകലിൽ ചിലത് എറിഞ്ഞു കളയുവാൻ കപ്പലിൽ നിന്ന് എറിഞ്ഞു കളയുവാൻ തയ്യാറായെങ്കിൽ നിന്റെ കപ്പൽ ഉടയപ്പെടേണ്ട ദ്വീപിൽ തട്ടി ഉടയുവാനിടയായി തീരും. എന്നാൽ ഉടയാതിരിക്കുവാൻ, മുക്കിക്കളയുവാൻ തക്കവണ്ണം ഈശാനമൂലൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവർ കപ്പൽ കോപ്പും കപ്പലിലെ സാമാനങ്ങളും കടലിൽ എറിഞ്ഞു കളയുവാൻ തയ്യാറായി. ഇന്ന് എറിഞ്ഞു കളയുവാൻ തയ്യാറായെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ദ്വീപ് നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. എത്ര പേർക്ക് മനസ്സുണ്ട്? ഭാരം കുറയ്ക്കണം, ചിലത് എറിഞ്ഞു കളയുവാൻ തയ്യാറാകണം. ഇന്നും ഈ കർത്താവിൻ്റെ വഴിയിൽ നിൽക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരണമെന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. എന്നാൽ ചിലത് എറിഞ്ഞു കളയുവാൻ ഇന്ന് മനസ്സുണ്ടെങ്കിൽ എത്തേണ്ട ഇടത്ത് നിന്നെ എത്തിക്കും. അങ്ങനെ പൗലോസിന് വേണ്ടി അന്ന് രാത്രിയിൽ ദൂതൻ ഇറങ്ങി വന്നു. കപ്പലിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞു കളയുവാൻ തയ്യാറായതുകൊണ്ട് ആ ദൂതൻ പറഞ്ഞ ദൂതനുസരിച്ച് കപ്പലൊരു ദ്വീപിൽ തട്ടി ഉടയുവാനിടയായി തീർന്നു. ആ ഉടയപ്പെടുന്നതിന് ശേഷം ആരും രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ശതാധിപനായ യൂലിയാസിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് പടയാളികൾ പൗലോസിനെയും കൂടെയുള്ളവരെയും കൊന്നുകളയുവാൻ വേണ്ടി അവർ വാളുയർത്തി. അതെ, കടലിൻ്റെ നടുവിൽ മരണകരമായ അനുഭവത്തിന് നടുവിലും അവർക്ക് വിരോധമായി വാളുയർന്നു. പൗലോസിന് വിരോധമായി വാളുയർന്നു. പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലത്തിന് നടുവിലും വീണ്ടും നിനക്ക് വിരോധമായി വാൾ ഉയരുന്ന അനുഭവം ഉണ്ടായാൽ അതിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ യൂലിയോസിന് പൗലോസിനെ കൊല്ലരുതെന്നുള്ള ആമേൻ ആഗ്രഹമുണ്ടായതുകൊണ്ട്, ദൈവം അവൻ അങ്ങനെ തോന്നിപ്പിച്ചത് കൊണ്ട് എല്ലാവരോടും എന്ത് പറഞ്ഞു? നിങ്ങൾ നീന്തി കപ്പലിൻ്റെ ഛേദത്തിന്മേലും പലകളിലും പിടിച്ച് നിങ്ങൾ നീന്തി രക്ഷപ്പെടാൻ കഴിയുന്നവരും നീന്തി രക്ഷപ്പെടണം. പലകയിൽ പിടിച്ച് രക്ഷപ്പെടുന്നവർ അങ്ങനെ രക്ഷപ്പെടുവാൻ അവനൊരു കൽപ്പന കൊടുത്തു. അവിടെ പൗലോസിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് യൂലിയാസിന് അങ്ങനെ ഒരു മനസ്സ് കൊടുത്തുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും, ഏതു മരണത്തിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുവാൻ ഈ വലിയവനായ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറാകും? മരണകരമായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൻ്റെ നടുവിൽ നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഇന്ന് മകൾ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കരേറ്റ് മരണത്തിൽ നിന്ന് ഉള്ള നീക്കുപോക്ക് ഇന്ന് കർത്താവ് നൽകുകയാണ്.
അങ്ങനെ 276 പേരും കപ്പലിൻ്റെ തകർന്ന പലകകളിലും നീന്തിയും അവർ രക്ഷപ്പെട്ട് ചെന്ന ശേഷം ആ ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നറിഞ്ഞു. പ്രിയമുള്ളവരെ, എറിയേണ്ടത് എറിഞ്ഞു കളഞ്ഞാൽ, ഉടയേണ്ട കപ്പൽ ഉടയപ്പെട്ടാൽ രക്ഷയുടെ ദ്വീപ് വെളിപ്പെട്ട് വരും. ഇന്ന് പലർക്കും കഴിയാത്ത കാര്യം എന്താണെന്നറിയാവോ? ചിലത് എറിഞ്ഞു കളയുവാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവരുടെ കപ്പൽ മുങ്ങാൻ പോവുക. കപ്പൽ മുങ്ങാതെ ഉടയപ്പെട്ടാലേ രക്ഷയുടെ ദ്വീപ് വെളിപ്പെട്ട് വരികയുള്ളൂ. രക്ഷയുടെ ദ്വീപ് വെളിപ്പെട്ട് വരണമെങ്കിൽ അവന് കപ്പൽ ഉടയണം. ഇന്ന് ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, അവൻ യാത്ര ചെയ്യുന്ന വാഹനമല്ല നിന്നെ എത്തേണ്ട ഇടത്ത് എത്തിക്കേണ്ടത്. പിന്നെയോ അവൻ ദൂത് നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്നുള്ള വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് ഏത് പ്രതികൂലത്തിന് ഈശാനമൂലയിൽ അടിച്ചാലും പൗലോസ് നിന്നെ നിർത്തേണ്ട ഇടത്ത് നിർത്തുവാൻ, നിനക്ക് ദൂത് നിന്ന് നിന്റെ എത്തേണ്ട ഇടത്ത് എത്തിക്കുവാൻ ഈ കർത്താവ് ശക്തനാണ്. ഇന്ന് പകലിൽ അവന് വേണ്ടി മഹത്വം കരേറ്റാം. അങ്ങനെ രക്ഷപ്പെട്ട ശേഷം മെലീത്ത എന്ന ദ്വീപിൽ അവരെത്തി. മെലീത്ത എന്ന ദ്വീപിലെത്തിയപ്പോൾ പകൽ മുഴുവൻ മഴയും രാത്രി ശീതവുമായി ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ബർബരന്മാർ പൗലോസിനോടും കൂടെ ചെന്നവരോടും അനിതസാധാരണമായ ദയ കാണിച്ചു. അവിടെയുള്ള ബർബരന്മാർ വിറക് പെറുക്കി തീ കൂട്ടി അവരെ സ്വീകരിച്ചു. പകൽ മഴയും രാത്രി ശീതവുമായി അതികഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന അവിടെ അവരോട് ദയ കാണിച്ചുവെങ്കിലും പൗലോസ് ചൂട് കുറവായ കൊണ്ട് വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ പൗലോസിൻ്റെ കയ്യിൽ ഒരണലി കടിച്ചു തൂങ്ങുവാനിടയായി തീർന്നു. പൗലോസോ നാൾക്കുനാൾ ബലം പ്രാപിച്ചു വന്നു. പൗലോസിന്റെ ബലത്തെ കെടുത്തി കളയുവാൻ, പൗലോസിന്റെ ബലത്തെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം അണലി തൂങ്ങി. എന്നാൽ അണലിയെ പൗലോസ് ആ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി നീ എത്തേണ്ട ഇടത്ത് നിന്നെ എത്തിക്കില്ലെന്ന് പറഞ്ഞ് നിന്റെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചില ദൂഷ്ടശക്തികൾ ഇന്ന് പരിശുദ്ധ ആത്മാവിന്റെ തീയിൽ കത്തിമാറുവാനിടയായി തീരട്ടെ. ആത്മാവിന്റെ അഭിഷേകമുള്ളവൻ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവനെ തകർത്ത് കളയുവാൻ, കൊന്നു കളയുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. പാമ്പിനെയും തെളിനെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരത്തിന്റെ ശക്തിയോടുകൂടി പൗലോസ് അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞപ്പോൾ സ്വോത്ര ഹല്ലേലൂയ, അവിടെ കൂടിയിരുന്ന ബർബരന്മാർ വിചാരിച്ചു അവരുടെ ദേശത്തിന്റെ അവകാശം പറയുന്ന നീതിദേവിയുടെ പേരിൽ ഇവൻ ഇപ്പോൾ മരിച്ചു വേണമെന്ന് വിചാരിച്ച് അവർ മാറി നിന്നു. മരണകരമായ അനുഭവം കടന്നു വന്നാലും നിനക്ക് വാഗ്ദത്തമുണ്ടോ? പരിശുദ്ധാത്മാവെന്ന അഗ്നിയിൽ ഇന്നു പകൽ ചിലത് കുടഞ്ഞു കറയാൻ തയ്യാറാകുക. നിന്റെ ഹൃദയത്തെ നാളുകളായിട്ട് സ്വോത്ര ഹല്ലേലൂയ ശ്വാസം വലിക്കുവാൻ കഴിയാതെ ശ്വാസ തടസ്സമിട്ട് മരണം സംഭവിക്കുമോ എന്ന് തോന്നുമാറ് പകലിൽ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന രോഗങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഇന്ന് കുടഞ്ഞു കളയുവാൻ തയ്യാറായി. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് പകലിൽ മരണമുണ്ടാകുമെന്ന് വാദിച്ചു നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറുകയാണ്. കുടയേണ്ടതിനെ കുടഞ്ഞു കളഞ്ഞാൽ മരിക്കുമെന്ന് പറയുന്നവൻ നിന്റെ പേര് മാറ്റി വിളിക്കും. പൗലോസിനെ അല്പം മുമ്പേ വിളിച്ചത് കുലപാതകൻ എന്നാണ്. എന്നാൽ അണലിയെ അവൻ കുടഞ്ഞു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി പ്രാപിച്ചവൻ ആ ദുഷ്ടജീവിയെ ആത്മാവിൻ്റെ ശക്തിയോടെ തീയിൽ കുടഞ്ഞു കളഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറി. അവൻ അല്പസമയം മുമ്പ് വരെ പൗലോസിന് നേരെ വാളുയർന്നു വന്നു. ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് അവനെ കൊല്ലുവാൻ തക്കണ്ട് ഉയർന്നു വന്നു. എന്നാൽ ഇപ്പോൾ രക്ഷപ്പെട്ട ശേഷവും അവനെ കൊന്നുകളയുവാൻ ദുഷ്ടനായ അണലി അവൻ്റെ മേൽ തൂങ്ങിയപ്പോൾ ഇവൻ കുലപാതകനെന്ന് പേര് വിളിച്ചു. എന്നാൽ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിച്ചവൻ ആ ദുഷ്ടജീവിയെ അവൻ ആ തീയിൽ കുടഞ്ഞു കളഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറി അവനെ ഒരു ദേവനെന്ന് വിളിച്ചു. ഇന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ദൈവിക വാഗ്ദത്തമുള്ള നിനക്കെതിരെ എത്ര പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റ് അഞ്ഞടിച്ചാലും നിന്റെ പേര് മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഒന്ന്, എത്ര കൊടുങ്കാറ്റ് അഞ്ഞടിച്ചാലും എറിയേണ്ടതിനെ എടിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ കപ്പലിൽ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞനുസരിച്ച് അവൻ എറിയേണ്ടതിനെ എറിഞ്ഞു കളഞ്ഞപ്പോൾ ദൂതൻ വെളിപ്പെട്ടു. ദൂതൻ വെളിപ്പെട്ടപ്പോൾ ദൂത് വെളിപ്പെട്ടു വന്നു. അപ്പോൾ ഉടയേണ്ട കപ്പൽ സ്തോത്രം ദ്വീപിന്മേൽ തട്ടി ഉടഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തോത്രം രക്ഷയുടെ ദ്വീപ് വെളിപ്പെട്ടു വന്നു. രക്ഷയുടെ ദ്വീപ് വെളിപ്പെട്ടു വന്നപ്പോൾ അവർക്ക് പ്രതികൂലമായി നിന്ന ആ ദേശത്തെ വിധിക്കുന്ന ദുഷ്ട അണലി, ദുഷ്ട പിശാച് തീയിൽ കത്തിമാറുവാനിടയായി തീർന്നു. അതിനുശേഷം
ശേഷമാണ് അവർക്ക് നടുവിൽ പുബ്ലിയോസിന്റെ ദീപപ്രമാണിക്കുള്ള ജന്മഭൂമി വെളിപ്പെട്ട് വന്നത്. ഇന്ന് നിന്റെ മുമ്പിൽ ചിലത് വെളിപ്പെട്ട് വരണമെങ്കിൽ എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളയുവാൻ തയ്യാറായാൽ, ഉടയപ്പെടുന്നത് ഉടയപ്പെടുവാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നന്മയുടെ ഉറവിടങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ അതിനടുത്തുള്ള പുബ്ലിയോസ് എന്ന ദീപപ്രമാണിയുടെ ഭവനം പൗലോസിന് വേണ്ടി വെളിപ്പെട്ടു വന്നു. സ്തോത്രം. അവിടെ ഒരു ദീപപ്രമാണിക്ക് ജന്മഭൂമി ഉണ്ടാകുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിസൽക്കാരം ചെയ്തു. അല്പസമയം മുമ്പ് ഈ യാത്ര ആരംഭിക്കുമ്പോൾ പൗലോസിനോട് യൂലിയാസ് എന്ന ശതാധിപൻ ദയ കാണിച്ചു. എന്തിനാണെന്നറിയാമോ? ആ കപ്പലിൽ അതിസൽക്കാരം സ്വീകരിക്കുവാൻ പൗലോസിനോട് ദയ കാണിച്ചു. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ അതിസൽക്കാരം സ്വീകരിക്കുന്ന ഒരനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ എന്നും അങ്ങനെയല്ല. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ഞാൻ മുഖാന്തരം ചിലർക്ക് അതിസൽക്കാരം ഒരുക്കുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഇപ്പോൾ ഇതാ രക്ഷപ്പെട്ട സകലർക്കും പൗലോസ് മുഖാന്തരം അതിസൽക്കാരം ലഭിച്ചുവെങ്കിൽ നീ മുഖാന്തരം ചിലർക്ക് അതിസൽക്കാരവും നന്മയും കർത്താവ് ഒരുക്കിയെടുക്കാൻ പോവുകയാണ്. നീ എന്ന് കൈനീട്ടുന്ന അനുഭവമല്ല, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്ന അനുഭവമല്ല, മറ്റുള്ളവരുടെ ദയ കൊണ്ട് ജീവിക്കുന്ന അനുഭവമല്ല. നീ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറാകും? വിശ്വസിക്കുന്നവർ ഓർത്ത് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റാം. അങ്ങനെ അല്പസമയം മുമ്പ് അവൻ മരിക്കുമെന്ന് വിചാരിച്ച പൗലോസ് ദ്വീപ് പ്രമാണിയുടെ ഭവനത്തിൻ്റെ അകത്ത് കടന്നു ചെന്നു. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി പ്രാപിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി പ്രാപിച്ചുകൊണ്ട് നീ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ നിനക്കൊരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ചില ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ അയക്കാൻ പോവുകയാണ്. ഇതുവരെ നിനക്ക് തുറക്കാത്ത ചില വാതിൽ തുറന്നു വരികയാണ്. ഏലിയാവിന് വേണ്ടി ആഹാബിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു പോലെ രാജാക്കന്മാർക്ക് മുമ്പിൽ, ഭരണാധികാരികൾക്ക് മുമ്പിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പുബ്ലിയോസ് പ്രമാണിയുടെ സ്തോത്ര ഭവനത്തിൻ്റെ വാതിൽ പൗലോസിന് വേണ്ടി തുറന്ന പോലെ നിനക്ക് വേണ്ടി ചില ഭവനത്തിന്റെ വാതിൽ തുറക്കാൻ പോകുക. പൗലോസ് അകത്ത് കടന്നു ചെന്ന് ദ്വീപ് പ്രമാണി മരണകരമായ അനുഭവത്തിൽ രോഗം പിടിച്ച് മരണക്കിടക്കയിലായിരിക്കുന്ന ആ ദ്വീപ് പ്രമാണിക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ആ ദ്വീപ് പ്രമാണിക്ക് സൗഖ്യം നൽകി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നീ കടന്നു എന്ന് പ്രാർത്ഥിച്ചാൽ അനേക രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ഇന്ന് പകലിൽ നിനക്ക് രോഗസൗഖ്യം നൽകുന്നത് എന്തിനെന്നറിയാമോ? അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാ. ദ്വീപ് പ്രമാണി രോഗസൗഖ്യം പ്രാപിച്ചു. ദ്വീപ് പ്രമാണി സൗഖ്യം പ്രാപിച്ചതറിഞ്ഞപ്പോൾ അനേകർ കടന്നു ചെന്നു, അകത്ത് എന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അല്പസമയം മുമ്പ് നീതിദേവിയുടെ പേരിൽ വിധിച്ചുകൊണ്ട് നിന്നവരെല്ലാം രോഗികളാണ്. പൗലോസ് മരിച്ചു വീഴുമെന്ന് വിചാരിച്ച് വിധിച്ചുകൊണ്ട് നിന്നവർ രോഗികളാണ്. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകെ നിന്നെ വിധിക്കുന്നവരെ സൗഖ്യമാക്കുവാൻ, നീ മരിച്ചു വീഴുമെന്ന് പറഞ്ഞ് വിധിക്കുന്നവരെ സൗഖ്യമാക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നീ മുഖാന്തരം രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ചില മരണത്തിൽ നിന്ന് നീക്കുപോൽ കർത്താവ് നൽകുകയാണ്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇന്ന് പകലിൽ നീ എത്ര വലിയ രോഗത്താൽ ഭാരപ്പെട്ടാലും ഇന്ന് കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ പോവുകയാണ്. ഇന്ന് ശക്തമായ രോഗസൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് മാരക രോഗമായാലും മരണകരമായ അനുഭവത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. പുബ്ലിയോസ് ദ്വീപിൻ്റെ പ്രമാണിയുടെ സ്തോത്ര ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ച പോലെ സ്തോത്ര ഹല്ലേലൂയ ഇന്ന് പകലിൽ മരണകരമായ അനുഭവത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം തരുകയാണ്. മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. കണ്ടോ, അല്പസമയം മുമ്പ് എന്താ സംഭവിച്ചത്? കപ്പലിൽ ഉണ്ടായിരുന്നതെല്ലാം കടലിൽ എറിഞ്ഞു കളഞ്ഞു. പലരും വിചാരിക്കുന്നത് കയ്യിലുള്ളത് നഷ്ടപ്പെട്ടാൽ ഇനി ഒരിക്കലും തിരിച്ചു ലഭിക്കില്ലെന്നാണ്. യേശുക്രിസ്തു മുഖാന്തരം, കർത്താവ് മുഖാന്തരം വാഗ്ദത്തമുള്ള പൗലോസ് യാത്ര ചെയ്ത പടകിൽ സാമാനങ്ങളും കപ്പൽ കോപ്പുകളും എറിഞ്ഞു കളഞ്ഞാലും അത് അല്പസമയം കഴിയുമ്പോൾ അതിലധികമായി നിനക്ക് തിരിച്ചു തരുവാൻ ഈ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളയുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി വലിയ സമ്മാനങ്ങളെ ഒരുക്കി കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ നീ എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളയുവാൻ തയ്യാറായാൽ മാത്രമേ ഈ കപ്പൽ എത്തേണ്ടിടത്ത് എത്തിക്കുകയുള്ളൂ. പൗലോസിന് ഒരു വലിയ വാഗ്ദത്തമുണ്ട്. റോമൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. സ്തോത്രം ഹല്ലേലൂയ. ആ കൈസറുടെ മുമ്പിൽ നിൽക്കണമെന്ന് വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന്
എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ആ വാഗ്ദത്തത്തിൽ നിന്നെ നിർത്തുവാൻ ഈ ദൈവശക്തനായ ദൈവമാണ്. ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നിനക്ക് വേണ്ടി ചില നന്മയൊരുക്കിയിട്ട് കർത്താവ് വിളിക്കുക. ചിലക്ക് വേണ്ടി ചില നന്മകൾ ഒരുക്കിയിട്ട് നിനക്ക് വേണ്ടി സ്തോത്രം. നീ ഇന്ന് വലിയ പ്രതിസന്ധി അനുഭവിക്കുക, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. എവിടെ നിന്ന് എനിക്കൊരു നന്മ ലഭിക്കുമെന്ന് സ്തോത്രം, ഇനി മരിച്ചാൽ മാത്രം മതിയെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന പ്രിയമുള്ള സഹോദര, നിന്റെ ജീവിതത്തിൽ ഇനിയൊരു നന്മ കാണുമെന്ന് ഭാരപ്പെടുന്ന പ്രിയ സഹോദരി, കർത്താവ് പറയുകയാണ്, നീ എറിഞ്ഞു കളഞ്ഞതിനെ ഓർത്ത് ഭാരപ്പെട്ടു പോകണ്ട, ഉടയപ്പെട്ട കപ്പലിനെ ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാ. എന്നാൽ രക്ഷയുടെ ദീപം നിനക്ക് വെളിപ്പെട്ടുവെങ്കിൽ അതിൻ്റെ നടുവിൽ ചില നന്മയുടെ ഉറവിടങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മെലീത്ത ദ്വീപിലുള്ളവ മുഴുവൻ യേശുവിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഉടയപ്പെടൽ സംഭവിക്കുന്നത്, തകരപ്പെടൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം അവർക്ക് കയറ്റി കൊടുത്തു. നിന്റെ ആവശ്യം എന്തെന്ന് കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. നിന്റെ ആവശ്യം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് നീ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അനേക ആവശ്യ ഭാരങ്ങളിലാണ്. സ്തോത്രം. നീ നഷ്ടത്തിൻ്റെ കണക്ക് പലതും എഴുതി വെച്ചിട്ടുണ്ട്, പരാജയത്തിൻ്റെ കണക്ക് പലതും നീ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയേണ്ടത്, നിന്റെ നഷ്ടങ്ങളെ നീ നോക്കണ്ട, നിന്റെ പരാജയങ്ങളെ നീ നോക്കണ്ട. ഇന്നു പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില സമ്മാനങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ചില ഇടങ്ങളിൽ ചിലരെ കൊണ്ട് ചില സമ്മാനങ്ങൾ ഒരുക്കി വെച്ച്, ഇത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ചില ഫോൺ കോൾ നിനക്ക് വരാൻ പോവുകയാണ്. ചില ഫോൺ കോൾ നിനക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാവോ? നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ട് വിളിക്കുക. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു കേട്ടോ. സരാപത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് അയച്ചുവെങ്കിൽ സരാപത്തിലെ വിധവ ആത്മഹത്യ ചെയ്യുവാൻ ഏലിയാവിന്റെ ദൈവം അനുവദിക്കുകയില്ല. സരാപത്തിലെ വിധവയുടെ മകൻ മരണപ്പെടുവാൻ ഏലിയാവിന്റെ ദൈവം അനുവദിക്കുകയില്ല. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന, ക്ഷാമം അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഏലിയാവ് കടന്നു ചെന്ന് വിധവയായ സ്ത്രീയോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ഒരട ഒരു തുരുത്തി വെള്ളവും കൊണ്ടുവാ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നീ കൊടുക്കേണ്ടത് കൊടുക്കുവാൻ, നീ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുവാൻ തയ്യാറായാൽ നിനക്ക് ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെട്ട് വരികയാണ്. ഏലിയാവിനോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ഭവനത്തിൽ അല്പം മാവും അല്പമെണ്ണയും മാത്രമേ ഉള്ളൂ. എന്നാൽ ഏലിയാവ് പറഞ്ഞു, ഈ ക്ഷാമകാലം കഴിയുമ്പോഴും നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ കുറയില്ല. ഈ ക്ഷാമകാലം കഴിയുമ്പോഴും നിനക്കും നിന്റെ വീട്ടിലുള്ളവർക്കും ഇത് അഹോവൃത്തിക്കിടയായി തീരും. ആ ക്ഷാമകാലം കഴിയുമ്പോഴും അത് വർധനവിലേക്കാണ് വന്നതെങ്കിൽ, അത് കുറഞ്ഞു പോകുന്ന അനുഭവമല്ല, വർധനവിലേക്ക് വന്നുവെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വർധനവിൻ്റെ അനുഭവം കർത്താവ് നിനക്ക് നൽകുക. ചില വർധനവിൻ്റെ അനുഭവം കർത്താവ് നിനക്ക് നൽകാൻ പോവുകയാണ്. നിന്റെ ശൂന്യതയെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. നിന്റെ ഇല്ലായ്മയെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. നിന്റെ വീട്ടിലെ ബുദ്ധിമുട്ട് അറിയുന്ന, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ അറിയുന്ന, നിന്റെ ബിസിനസ്സിലെ പരാജയം അറിയുന്ന, നിന്റെ വഴികൾ അടഞ്ഞിരിക്കുന്നു എന്നറിയുന്ന കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ചിലരെ കർത്താവ് കണ്ടിട്ടുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി ചില സമ്മാനങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറാകും? ഈ വചനം എന്നോടാണ്. അതേ സഹോദരി, കർത്താവ് നിന്നോടാണ് സംസാരിക്കുന്നത്. ഇന്ന് പകൽ കർത്താവ് നിന്നോട് പറയുക, നിനക്ക് വേണ്ടി ചിലത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മരണമല്ല നിന്റെ മുമ്പിലുള്ളത് കേട്ടോ, മരണമല്ല. വാള് നിന്റെ എതിരെ വന്നാലും, കപ്പൽ ഛേദം വന്നാലും, കപ്പൽ ഉടയപ്പെട്ടാലും മരണമല്ല നിന്റെ മുമ്പിലുള്ള. പിന്നെയോ നിനക്ക് വേണ്ടി ചില നന്മകൾ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് എല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തു ലഭിക്കും? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം വീടോ നിലങ്ങളോ അമ്മയപ്പന്മാരെയോ ആരെയൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് ലഭിക്കാത്തവരില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് കർത്താവ് ഉത്തരവാദിയാണ് കേട്ടോ. കർത്താവിൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇന്നായിരിക്കുന്നത്? കർത്താവിൻ്റെ നാമനിമിത്തം നിങ്ങളൊരു പ്രതികൂലം അനുഭവിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ട് നിങ്ങളൊരു കഷ്ടത അനുഭവിക്കുന്നുവോ, കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കുന്നുവോ, കർത്താവിന് ഉത്തരവാദിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക.
വിശ്വസിക്ക്, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ചില സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. കപ്പൽ കയറുന്ന സമയം നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം കയറ്റിത്തരും. അതിനുശേഷമോ അതിൻ്റെ ഈ 11-ാമത്തെ വാക്യം, 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടക്കുന്ന അശ്വിനി ചിഹ്നമുള്ളൊരു അലക്സാണ്ട്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. അവൻ ഉടയപ്പെട്ട കപ്പലല്ല, നിനക്ക് വേണ്ടി അശ്വിനി ചിഹ്നമുള്ള ഒരു കപ്പൽ വെളിപ്പെട്ട് വരികയാണ്. നിനക്ക് വേണ്ടി ഒരു യാത്രയുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി ചില യാത്രകൾ ഒരുക്കുകയാണ്. സ്വോത്ര പൗലോസിന് വേണ്ടി ഒരു കപ്പൽ ഒരുക്കിയെങ്കിൽ നിനക്ക് വേണ്ടി ചില യാത്രകൾ ഒരുക്കുക. നിനക്കൊരു യാത്രയുണ്ട് കേട്ടോ. ആമൻ വാഹനത്തെ നീ നോക്കണ്ട. സ്വോത്ര നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിരിക്കുക. ഒരു യാത്രയ്ക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. ഉടയപ്പെട്ട കപ്പലിനെ നീ നോക്കണ്ട. നിനക്ക് വേണ്ടി പുതിയതൊന്ന് വെളിപ്പെട്ട് വരിക. നിനക്ക് ആവശ്യമുള്ളതെല്ലാം കയറ്റി നിന്നെ അയക്കുന്ന നീ ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് അന്ധകാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിടുവിച്ച് നിനക്ക് വേണ്ടി ഒരു യാത്രയൊരുക്കുക. ഇന്ന് പകലിൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾ ഏത് ഭാരത്തിലായിരിക്കുന്നുവെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ചില രോഗികളെ കർത്താവ് സൗഖ്യം വരുത്താൻ പോവുകയാണ്. ചില മരണകരമായ അനുഭവത്തിൽ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. ചില ശൂന്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നന്മയുടെ ഉറവകൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ചില യാത്രയ്ക്ക് വേണ്ടി നാളുകളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അവർക്ക് വേണ്ടി ചില വിസ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. ഒരു യാത്ര നിനക്കുണ്ട് കേട്ടോ. നാളുകളായി യാത്രയുടെ തടസ്സങ്ങൾ ഇന്ന് പകൽ യേശു മാറ്റുകയാണ്. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ TV സ്ക്രീനിലേക്ക് കരം നീട്ടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതെ, മരണകരമായ അനുഭവത്തിന് ശ്വാസ തടസ്സമിട്ട്, ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഇട്ട് മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് പറഞ്ഞ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, അനേക രോഗത്താൽ ഭാരപ്പെടുന്നു. ആമേൻ കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശക്തമായ രോഗസൗഖ്യമുണ്ടാകട്ടെ. ക്യാൻസർ എന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിൽ അതികഠിനമായ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. നാളുകളായിട്ട് ഒരു നന്മകൾ കാണുവാൻ കഴിയാതെ സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്ന, ശൂന്യത അനുഭവിക്കുന്ന ചിലരുടെ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. നാളുകളായിട്ട് യാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് വിസയെടുത്ത് വെച്ചിട്ടും യാത്ര ചെയ്യാൻ കഴിയാതെ ഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പുതുവഴികൾ കർത്താവ് തുറക്കട്ടെ. ചില യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലഭിക്കേണ്ട ചില നന്മകൾ അവർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ TV സ്ക്രീനിലേക്ക് കരം നീട്ടിയ ഓരോരുത്തരുടെ ആവശ്യത്തിന്മേലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണം. സമാധാനം നൽകണം, സൗഖ്യം നൽകണം, പുതിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ കർത്താവ് നിങ്ങളെ ചിറങ്കിൽ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ലേഡീസ് പ്രെയർ സെൽ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. കഷ്ടത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.